എല്ലാവരും നമ്മുടെ മൗലിക അവകാശങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ ആരെങ്കിലും അത് ലംഘിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനൊരു പരിഹാരമുണ്ട്. സാധാരണ നിയമങ്ങളല്ല, മറിച്ച് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ചില ശക്തമായ ടൂളുകൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കാം. അതെ, നമ്മുടെ ഭരണഘടന മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അതൊരു വാഗ്ദാനം മാത്രമല്ലേ? ആരെങ്കിലും ആ വാക്ക് പാലിച്ചില്ലെങ്കിലോ? അപ്പോൾ അതിനൊരു ബാക്കപ്പ് പ്ലാൻ വേണ്ടേ? ആ പ്ലാൻ എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം നമ്മൾ ഈ അവകാശങ്ങളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ സംരക്ഷകൻ ആരാണെന്ന് നോക്കും. പിന്നെ ആ ഗാർഡിയൻ്റെ കയ്യിലുള്ള നമ്മൾ പറഞ്ഞ 5 പ്രധാന ടൂൾസ് എന്താണെന്ന് പരിചയപ്പെടും. ഓരോന്നും എപ്പോഴാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കും. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ നിങ്ങളുടെ അവകാശങ്ങൾ ആരെങ്കിലും ലംഘിച്ചാൽ സഹായത്തിന് നിങ്ങൾ എങ്ങോട്ട് പോകും? അതിന് വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ ഭരണഘടനയിലേക്ക് തന്നെ നോക്കിയാൽ മതി. കാരണം ഭരണഘടന വെറും ഒരു നിയമപുസ്തകമല്ല, മറിച്ച് നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരൻ കൂടിയാണ്. ഈ സംരക്ഷണം വെറും ഒരു ആശയം മാത്രമല്ല കേട്ടോ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32, 226 എന്നിവ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒരു സ്പെഷ്യൽ പവർ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതികൾക്ക് നേരിട്ട് ഇടപെടാം, എന്നിട്ട് കാര്യങ്ങൾ ശരിയാക്കാൻ ഉത്തരവിടാം. ഈ ഒരു ഉത്തരവുകളാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഈ കോടതികൾക്ക് എങ്ങനെയാണ് നമ്മൾ സഹായിക്കാൻ പറ്റുന്നത്? അതിനാണ് ഭരണഘടന ഒരു കിടിലൻ ടൂൾ കിറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ടൂൾ കിറ്റിൽ 5 തരം ടൂൾസ് ഉണ്ട്, അതായത് 5 തരം റിട്ടുകൾ. ഓരോന്നിനും ഓരോ പ്രത്യേക ഉപയോഗമാണ്. 5 പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. ഈ പേരുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, എല്ലാം ലാറ്റിൻ വാക്കുകളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം വളരെ ലളിതമാണ്, പക്ഷേ അത്ര തന്നെ പവർഫുള്ളുമാണ്. നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ഈ റിട്ട് ടൂൾ കിറ്റിലെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു റിട്ടാണ്. ഇതിവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരനാണ്. ഇതിൻ്റെ പേരിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ശരീരം ഹാജരാക്കുക. അതായത് ഒരാളെ നിയമവിരുദ്ധമായി തടങ്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനുള്ള ഒരു ഉത്തരവാണിത്. ആരും വെറുതെ അപ്രത്യക്ഷരാകുന്നില്ല എന്ന് ഈ റിട്ട് ഉറപ്പാക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിയമവിരുദ്ധമായി ഒരാളെ തടവിൽ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്കോ ആ വ്യക്തിയുടെ കുടുംബത്തിനോ എന്തിനൊരു സുഹൃത്തിന് പോലുമോ അവർക്ക് വേണ്ടി കോടതിയെ സമീപിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പവർ. ഈ റിട്ടിൻ്റെ ശക്തി മനസ്സിലാക്കാനായിട്ട് ഈ ഒരു കേസ് നമുക്ക് നോക്കാം. അതായത് റുദൽഷ എന്നൊരാളെ ശിക്ഷ കഴിഞ്ഞിട്ടും 20 വർഷമാണ് അധികമായിട്ട് ജയിലിലിട്ടത്. ഒന്നാലോചിച്ച് നോക്കൂ. അവസാനം ഹേബിയർ കോപ്പസ് എന്ന ഈ ഒരു റിട്ട് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിന് നീതി കിട്ടിയതും പുറത്തിറങ്ങാനായിട്ട് കഴിഞ്ഞതും. വ്യക്തി സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമല്ലേ സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നതും? അതിനുള്ള റിട്ടുകളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഇതിനർത്ഥം നമ്മൾ കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ സ്ഥാപനമോ നിയമപരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നാൽ അത് ചെയ്യാൻ കോടതിയെ കൽപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ മാൻഡമസ്. ഉദാഹരണത്തിന്, തെരഞ്ഞെടുപ്പ് നടത്താൻ ചുമതലപ്പെട്ട ഒരു സ്ഥാപനം വെറുതെ അത് ചെയ്യാതിരുന്നു എന്ന് വെക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ റിട്ട് ഉപയോഗിച്ച് കോടതിക്ക് അവരോട് ആ ജോലി ചെയ്യാൻ നിർബന്ധിക്കാം. ഇനി അടുത്തത് കോവാറുണ്ടോ? ഇതൊരു ചോദ്യമാണ്, നിയമപരമായി ഒരു കൽപ്പനയായി മാറിയ ഒരു ചോദ്യം. നിങ്ങൾ ഏത് അധികാരത്തിലാണ് ഈ കസേരയിൽ ഇരിക്കുന്നത് എന്ന് കോടതി നേരിട്ട് ചോദിക്കുന്ന പോലെ. സിമ്പിളായി പറഞ്ഞാൽ, ആരെങ്കിലും യോഗ്യതയില്ലാത്ത ഒരു സർക്കാർ ജോലിയിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ റിട്ട് ഉപയോഗിച്ച് അവരെ ചോദ്യം ചെയ്യാനും നിയമപരമായി യോഗ്യതയില്ലെന്ന് തെളിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ശരിയായ ദിശയിൽ നിർത്തുന്ന 2 റിട്ടുകളാണ്. അതെ, കോടതികൾക്കുള്ളിലും നീതി ഉറപ്പാക്കണ്ടേ? അതിനാണ് ഈ 2 റിട്ടുകൾ. ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷേ വ്യത്യാസം സിമ്പിളാണ്. പ്രൊഹിബിഷൻ ഒരു സ്റ്റോപ്പ് സൈൻ പോലെയാണ്. അതായത് ഒരു കീഴ്ക്കോടതി അവരുടെ അധികാര പരിധി വിട്ട് ഒരു കേസ് പരിഗണിക്കുകയാണെങ്കിൽ വിധി വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയുന്നു. ഇനി അഥവാ തെറ്റായ ഒരു വിധി വന്നു പോയാലോ? അവിടെയാണ് സെർഷ്യോററി വരുന്നത്. അതൊരു അൺഡു ബട്ടൺ പോലെയാണ്. ആ തെറ്റായ വിധിയെ റദ്ദാക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 2 റിട്ടുകളും ചെയ്യുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസത്തെയും നിലവാരം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 5 സൂപ്പർ പവർ അല്ലെങ്കിൽ 5 സൂപ്പർ റിട്ടുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ: ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്, മാൻഡമസ് ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യിക്കാൻ, കോവാറണ്ടോ അനധികൃത നിയമനങ്ങൾ തടയാൻ, പിന്നെ പ്രൊഹിബിഷനും സെർഷ്യോററിയും കോടതികളിലെ നീതി ഉറപ്പാക്കാൻ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. ഇതൊന്നും വെറും പുസ്തകങ്ങളിലെ നിയമങ്ങളല്ല, മറിച്ച് നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന യഥാർത്ഥ പ്രായോഗികമായ ചില ടൂൾസാണ്. അപ്പോൾ റിട്ടുകളെക്കുറിച്ചുള്ള ഈ പോഡ്കാസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്